ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വാണ്ടറിങ് വണ്ടേഴ്സ്. ഇന്ന് ഞാനൊരു ഹിസ്റ്ററി സ്റ്റഡിയിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഹിസ്റ്ററി എളുപ്പത്തിൽ പഠിക്കാമെന്നും അതിൻ്റെ സീക്രട്ട് ടിപ്സുമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞങ്ങൾക്ക് നാളെ ഹിസ്റ്ററിയാണ് എക്സാമിനേഷൻ. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഇത് ബേസ് ചെയ്തിട്ട് 10 ചാപ്റ്റേഴ്സാണുള്ളത്. അല്ലാതെ ഞങ്ങൾക്ക് മാപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രോണോളജിക്കൽ ഓർഡർ, ഇത് രണ്ടും 4 മാർക്കിന് വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ ചാപ്റ്റേഴ്സ് വരുമ്പം 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഏർലി സൊസൈറ്റീസ്, എംപറേഴ്സ്, ചേഞ്ചിങ് ട്രഡീഷൻസ് ടുവേർഡ് മോഡേണൈസേഷൻ എന്ന് പറയുന്ന 4 കോണ്ടസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഓരോരോ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ആദ്യത്തേനകത്ത് 2 ചാപ്റ്റേഴ്സ്, എംപറേഴ്സിനകത്ത് 3 ചാപ്റ്റേഴ്സ്, അടുത്ത ചേഞ്ചിങ് ട്രഡീഷൻസ് എന്ന് പറയുന്നതിനകത്ത് 2 ചാപ്റ്റേഴ്സ്, പിന്നെ ലാസ്റ്റിനകത്ത് 3 ചാപ്റ്റേഴ്സ് എന്നിങ്ങനെയാണ് വരുന്നത്. ഹിസ്റ്ററി പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി ടിപ്സ് ഉണ്ട്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പം ആദ്യത്തെ വരുന്ന ചാപ്റ്റേഴ്സ് മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. രണ്ടെന്ന് പറയുന്നത് നമുക്ക് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ എഴുതി തികയ്ക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നത് എഴുതി പഠിക്കുക. പിന്നെ മാപ്സ് ഒക്കെ വരികയാണെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് മാപ്പിൽ വേൾഡ് മാപ്പൊക്കെ കോപ്പി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നമ്മൾ മാപ്പിന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് വരച്ച് പഠിക്കാൻ നോക്കണം. പിന്നെ മാക്സിമം മറ്റ് യൂട്യൂബ് ക്ലാസ്സസിലേക്ക് വീഡിയോസ് അത് റെക്കോർഡൊക്കെ മാക്സിമം കേൾക്കാൻ നോക്കണം. അങ്ങനെ കേൾക്കുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കിട്ടും. പിന്നെ ഹിസ്റ്ററിക്ക് നമുക്ക് ഏതൊക്കെയാണോ ക്രോണോളജിക്കൽ ഓർഡർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നോക്കി വെക്കണം. കാരണം നമുക്ക് ചില ചാപ്റ്റേഴ്സിനകത്ത് നിന്ന് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞ സംഭവം വരത്തില്ല. അപ്പം ഏറ്റവും കൂടുതൽ ക്രോണോളജിക്കൽ ഓർഡർ വരുന്നത് 10ാമത്തെ ചാപ്റ്ററാണ്. 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പാത്സ് ടു മോഡേണൈസേഷൻ. ഇതിനകത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതല്ലാതെ 8ാമത്തെ ചാപ്റ്ററിന് അതിനകത്തു നിന്നും നല്ലതായിട്ട് ക്രോണോളജിക്കൽ ഓർഡർ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ HSS ലൈവിലൊക്കെ ഉണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ഏതൊക്കെയാണ് ക്രോണോളജിക്കൽ ഓർഡർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അത് തന്നെയാണ് ഹ്യൂമാനിറ്റീസുകാർക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് ചോദിക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പം മാപ്സ് നമുക്ക് എപ്പോഴും സഹാറ ഡെസേർട്ട്, മെഡിറ്ററേനിയൻ സീ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അത് നമുക്ക് ഈ പ്രാവശ്യത്തെ മോഡലിന് ചോദിച്ചുകൊണ്ട് ഫൈനൽ എക്സാമിന് അത് വരാൻ ഭയങ്കര ചാൻസ് കുറവാണ്. പിന്നെ നമുക്കിപ്പം ഈ പ്രാവശ്യം മോഡൽ എക്സാമിന് വന്നതെന്ന് പറയുമ്പം ചാപ്റ്റർ 10 ഇതാണെന്ന് തോന്നുന്നു ക്രോണോളജിക്കൽ ഓർഡർ. അപ്പം അതും ചിലപ്പം സാധ്യത കുറവായിരിക്കും നമ്മുടെ ഫൈനലിന് വരാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞത് സ്കിപ്പ് ചെയ്യരുത്, കാരണം അതും ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുമ്പം ഹോമോസ്, ഹോമിനോയിഡ്സ്, അസ്ട്രാലോപിത്തിക്കസ് അവരെയൊക്കെ കുറിച്ചിട്ട് അത് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറയും. ഏറ്റവും ആദ്യം ഏതാണ് വന്നത് അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ ബേസ് ചെയ്ത് വരും. പിന്നെ ഹോമിനൈഡ്സ് തമ്മിലുള്ള കമ്പാരിസൺ അതും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് പറയുമ്പം റീജിയൻ ഓഫ് ഒറിജിൻ ആണ്. അതായത് റീപ്ലേസ്മെൻറ്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും. പിന്നെ ലോങ് എസ്സേ ആയിട്ട് വരുന്നതായിരിക്കും ലൈഫ് ഓഫ് ഏർലി ഹ്യൂമൻസ്. ഇത് ഇത്രയും മാത്രമായിരിക്കും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മേജറായിട്ട് നോക്കേണ്ടത്. 2ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ മെസ്സപ്പൊട്ടോമിയൻ ജോഗ്രഫി, അർബണിസം, അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്, ഉറൂക്ക്, മാരി, പിന്നെ മറ്റേ മെസ്സപ്പൊട്ടോമിയൻ്റെ സിറ്റീസ് ഓഫ് കൾച്ചർ, പിന്നെ ലെഗസി ഓഫ് റൈറ്റിംഗ്. ഇത്രയാണ് 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെ സിമിലറായിട്ട് 3, 4, 5, 10 വരെയുള്ള ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണും. അത് തന്നെ റിപ്പീറ്റ് ചെയ്തായിരിക്കും ചോദിക്കുന്നത്. അത് തന്നെ നോക്കിക്കൊള്ളുക. ഇപ്പോൾ മാപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാപ്പ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ ഉള്ള ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ വരുന്ന നമ്മുടെ 6th ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ മൈക്കൽ ആഞ്ചലോ, ഫിലിപ്പോ ബ്രൂണൽ അവരെ കുറിച്ചിട്ടൊക്കെ നോക്കി വെച്ചോളുക. കാരണം അത് നമുക്ക് ഇപ്രാവശ്യം ഇന്ന് വന്ന മലയാളം പോലെ മാച്ച് ദ ഫോളോയിങ് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അതായത് അവരുടെ വർക്ക്, പിന്നെ അയാളുടെ പേര്, അങ്ങനെയൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ 8ാമത്തെ ചാപ്റ്ററിനകത്ത് വരികയാണെങ്കിൽ ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്. അതിനകത്ത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പേജ് നമ്പർ 1, 2, 3 അതിനകത്ത് അവരുടെ പേരുകളൊക്കെ ഇല്ലേ, ബെർത്തലോമ ഡയാസ്, ക്രിസ്റ്റഫർ കൊളംബസ്, അമേരിക്കോ വെസ്പൂക്കി, വാസ്കോ ഡ ഗാമ അങ്ങനെ പറഞ്ഞുള്ള പേരുകൾ അവർ വന്ന ഓർഡർ അനുസരിച്ച് എഴുതാൻ പറയും. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓർഡർ തന്നെ നോക്കി പഠിച്ചാൽ മതി. പിന്നെ 8ാമത്തെ ചാപ്റ്ററിനകത്ത് നിന്നായിരിക്കും നമ്മുടെ ലോങ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതിനകത്ത് നിന്ന് കൂടുതലായിട്ട് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതായത് വുമൺ, ചിൽഡ്രൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതൊക്കെ നല്ലതായിട്ട് നോക്കണം. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ദ ലുഡിറ്റീസ് എന്ന് പറഞ്ഞ സാധനം വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 9ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ദ ഗോൾഡ് റഷ് ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്. അത് മാത്രമല്ല അതിന് തൊട്ടിപ്പുറത്തെ പേജിൽ ദ നേറ്റീവ് പീപ്പിൾസ് ലോസ് ദെയർ ലാൻഡ്. ഇത് തന്നെയാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ ഗോൾഡൻ റഷ് ഇല്ലാത്തൊരു
ക്വസ്റ്റ്യൻ പേപ്പറെ നമുക്കില്ല. അതായത് അതത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പോർഷൻ സ്കിപ്പ് ചെയ്യാനല്ല, കാരണം ബാക്കിയുള്ള 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 1 വേർഡൊക്കെ ഒത്തിരി ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞ പോലെ ക്രോണോളജിക്കൽ ഓർഡറാണ് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെന്ന് പറയുമ്പം ആ ചാപ്റ്ററിനകത്ത് നിന്ന് ചൈനയെക്കുറിച്ചിട്ടും അതിനെക്കുറിച്ചിട്ടും ഉള്ളൂ മേജറായിട്ട്. ചിയാങ് കൈഷക് എസ്റ്റാബ്ലിഷിംഗ് ദ റിപ്പബ്ലിക്, സൻ യാൻസൻ എന്നിങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടുമുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അറിയാത്ത പോർഷൻസ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടാത്തത് എഴുതി പഠിക്കുക, പിന്നെ മാപ്സ് വരുന്നതൊക്കെ നോക്കി വയ്ക്കുക, ക്രോണോളജിക്കൽ ഓർഡർ മാക്സിമം ആ വരുന്ന ഓർഡർ നമ്മളങ്ങ് കാണാതെ പഠിച്ച് വെക്കുക, പിന്നെ മാക്സിമം റെക്കോർഡ്സൊക്കെ കേൾക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് തോന്നുന്ന പോയിൻറ്റ്സ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്